അങ്ങനെ ഇന്ന് അജിത ബീഗത്തിന്റെ നേതൃത്വത്തിൽ PSCയുടെ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുകയാണ്. PSCയെ സംബന്ധിക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ ഇന്ന് ചെയ്യുന്നുണ്ട്. എന്തായാലും PSC എന്ന് പറയുന്നത് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത് മാറി പാർട്ടി സർവീസ് കമ്മീഷനും പറ്റിക്കൽ സർവീസ് കമ്മീഷനും പൊളിറ്റിക്കൽ സർവീസ് കമ്മീഷനുമാക്കി അതപ്പതിച്ച വർഗമേ, നിങ്ങളെ എന്താണ് വിളിക്കേണ്ടത്, എന്താണ് പറയേണ്ടത്? മലയാളിയുടെ, പാവപ്പെട്ടവന്റെ, കഷ്ടപ്പെടുന്നവന്റെ, ദരിദ്രന്റെ മക്കളുടെ അവസാനത്തെ ആശ്രയം റിസർവേഷനും കൂടെ ഉള്ളത് കൊണ്ട് പട്ടികജാതി പട്ടികവർഗക്കാരുടെ, മുസ്ലിങ്ങളുടെ, ക്രിസ്ത്യാനികളുടെ, പാവപ്പെട്ടവരുടെ, ഈഴവരുടെ, മറ്റ് പിന്നോക്ക സമുദായത്തിലുള്ളവരുടെ, OBCയുടെ, OECയുടെ വലിയ ആശാകേന്ദ്രമാണ് PSC. ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു പുരുഷായുസിലെ ഏറ്റവും വലിയ കടമ്പ എന്ന് പറയുന്നത് ജോലി കിട്ടുക എന്നുള്ളതാണ്. ആ ജോലി കിട്ടാനുള്ള കടമ്പയ്ക്ക് വേണ്ടി പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പുറത്തു കൊടുക്കുന്നു, ആൻസർ ഷീറ്റിൽ കൃത്രിമം കാണിക്കുന്നു, ചെയർമാൻ നേരിട്ട് ഇൻ്റർവ്യൂ നടത്തുന്നു, നിങ്ങളുടെ കൊല മുടിഞ്ഞു പോകും. അതിൽ കൂടുതൽ എനിക്ക് പറയാനില്ല. നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും തലമുറ ഈ പാപഭാരം ഏൽക്കേണ്ടി വരും. അത്ര സങ്കടകരമായ കാര്യമാണ് PSC ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിന് ഉളുപ്പുണ്ടാവുന്നത്? VS അച്യുതാനന്ദൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഉളുപ്പ് വേണ്ടേ? അല്പം ഉളുപ്പ് വേണ്ടേ? മനുഷ്യനായാൽ ഉളുപ്പ് വേണം. യാതൊരു ഉളുപ്പുമില്ലാതെ, യാതൊരു രീതിയുമില്ലാതെ, ഒരു തത്വമില്ലാതെ, തത്വശാസ്ത്രവുമില്ലാതെ നിങ്ങളിങ്ങനെ ചെയ്തത് കേൾക്കുമ്പോൾ സങ്കടമുണ്ട്, പ്രയാസമുണ്ട്. ഒരു കാരണവശാലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ചെയ്തത്. നിങ്ങളത് പൊറുക്കുന്നില്ല. നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ മാപ്പർഹിക്കുന്നില്ല. നിങ്ങൾ ചെയ്തിരിക്കുന്നത് ശുദ്ധമായ തെമ്മാടിത്തരമാണ്. അതിന് മറ്റു പദങ്ങളില്ല. നിങ്ങൾ വലിയ ശിക്ഷയാണ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അടിയന്തരമായി ഈ നിയമ നടപടികൾ നേരിടണം. നിങ്ങൾ വാങ്ങിയ ശമ്പളം ഇന്ത്യൻ പ്രസിഡന്റിനേക്കാൾ കൂടുതൽ ശമ്പളം വാങ്ങുന്നു എന്നുള്ളതാണ് ആക്ഷേപം. പ്രധാനമന്ത്രിക്ക് 2.5 ലക്ഷം രൂപ ശമ്പളമുള്ളപ്പോൾ, മന്ത്രിമാർക്കൊക്കെ 2 ലക്ഷവും 2.5 ലക്ഷവും ശമ്പളം ഉള്ളപ്പോൾ 4 ലക്ഷത്തിൽ കൂടുതൽ ശമ്പളം നിങ്ങൾ വാങ്ങി. നിങ്ങളെക്കാൾ ശമ്പളം കൂടുതൽ വാങ്ങിയ, അതോ നിങ്ങളോളം ശമ്പളം വാങ്ങിയ കിഫ്ബിയുടെ KM എബ്രഹാം മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. 4 ലക്ഷം രൂപ ശമ്പളം വാങ്ങുന്ന നിങ്ങൾ ഇരുന്നിട്ട് കോടാനുകോടി രൂപ ഉണ്ടാക്കി. അല്ലെങ്കിൽ നിങ്ങൾ പാർട്ടിക്കാരെ കയറ്റാൻ വേണ്ടി, ബന്ധുക്കളെ കയറ്റാൻ വേണ്ടി, മിത്രാദികളെ കയറ്റാൻ വേണ്ടി, സുഹൃത്തുക്കളെ കയറ്റാൻ വേണ്ടി നിങ്ങളൊരു സംവിധാനത്തെ തന്നെ കരിമ്പിൻ കാട്ടിൽ കയറിയ ആനയെ പോലെ നിങ്ങൾ ചവിട്ടി മെതിച്ചു. ഈ മെതിച്ചതിന് എത്ര കാലം കൊണ്ടായിരിക്കും ഈ ഏറ്റ പരുക്ക്, ഈ മുറിവ് തിരിച്ചു കൊണ്ടുവരിക? ഈ വിശ്വാസത തിരിച്ചെടുക്കാൻ ഏത് ഗംഗയിൽ പോയി, ഏത് പമ്പയിൽ പോയി കുളിച്ചാൽ, പമ്പയുടെ നദിയിലൊക്കെ വെള്ളമൊക്കെ ഇപ്പൊ മലിനമായി കിടക്കണം, ഗംഗ കുറച്ചുകൂടെ ശുദ്ധമാണ്. ഏത് ഗംഗയിൽ പോയി കുളിച്ചാൽ, ഏത് സിന്ധുവിൽ പോയി കുളിച്ചാൽ ഈ പാപം തീരും എന്നുള്ളത് PSCക്കാരായ മെമ്പർമാർ അന്വേഷിക്കുക. നിങ്ങൾ ചെയ്തിരിക്കുന്നത് കൊടിയ പാപമാണ്. ആ പാപം ചെയ്തതിന് സക്കീറിന് നല്ല ഗുണമൊക്കെ കിട്ടിയല്ലോ, ചെയർമാന് അദ്ദേഹത്തിന് സീറ്റൊക്കെ കിട്ടിയല്ലോ. പക്ഷേ ബാക്കിയുള്ള അംഗങ്ങൾ നിങ്ങളെ പൊളിറ്റിക്കലായി വെച്ച അപ്പോയിൻമെൻറ്റുകളാണ് മുഴുവൻ. PSCൻ്റെ മെമ്പറമാക്കുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു ഗുണം അതിന് യോഗ്യത വേണ്ട. ആരെ വേണോ PSC മെമ്പറാക്കാം. SSLCക്കാരനെയും PSC മെമ്പറാക്കാം. പക്ഷെ ആക്കൂല, എന്നാലും ആക്കാം. ആരെയും PSC മെമ്പറാക്കാൻ കഴിയുന്ന സർവീസ് സംഘടനയിൽ നിന്ന് വിരമിച്ചവരെ, അതുപോലെ തന്നെ പാർട്ടിക്കാരെ, പാർട്ടിക്കാരുടെ ഭാര്യമാരെ, മക്കളെ, ബന്ധുക്കളെ, സുഹൃത്തുക്കളെ, ആരെ വേണോ വെക്കാൻ കഴിയുന്ന ഇത്രയും ഗതികെട്ടൊരു സംവിധാനമായി PSCയെ നിങ്ങൾ കൊണ്ടുപോയത് വേദനാജനകമാണ്. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ കഴിയില്ല. എന്തായാലും ഇന്ന് അജിത ബീഗത്തിൻ്റെ നേതൃത്വത്തിൽ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകുന്നു എന്ന് കേൾക്കുന്നു. അത്രയും നല്ല എന്തായാലും രമേശ് ചെന്നിത്തലയും VD സതീശനും ഒരാളെയും രക്ഷപ്പെടാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അത്രയെങ്കിലും സന്തോഷം. പക്ഷേ നമ്മുടെ സംവിധാനത്തിലാണ് ഇതൊക്കെ പരിശോധിക്കുന്നത്. ചെയ്തവരും ഗുണഭോക്താക്കളുമെല്ലാം എല്ലാവരും കാണും. അവർ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി നിങ്ങളെ രക്ഷിക്കുമെന്നറിയാം. നിങ്ങളുടെ കയ്യിൽ വലിയ പണവുമുണ്ട്, നിങ്ങൾക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ പണവുമുണ്ട്. നിങ്ങൾ ആർക്കെങ്കിലും അവിഹിതമായി ചെയ്തു കൊടുത്തിട്ടെങ്കിൽ ആ കിമ്പളത്തിൻ്റെ അഴിമതിയുടെ പണവുമുണ്ട്. നിങ്ങൾ നന്നായി ഊരി വരും എന്ന് നമുക്കറിയാം. പക്ഷേ കാലമേ, ഇതെങ്കിലും ഞങ്ങൾ പറഞ്ഞില്ലെങ്കിൽ, ഞങ്ങൾ ഇതെങ്കിലും സമൂഹത്തോട് ചർച്ചയ്ക്ക് വച്ചില്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതികരണമില്ലാത്ത സമൂഹമായി പോകും എന്നുള്ളത് മാത്രമാണ് ഇത്രയെങ്കിലും പറയുന്നത്. കാലമേ, മാപ്പ് കൊടുക്കുക. നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ശിക്ഷ അനുഭവിക്കുക. ഭാരതീയ ന്യായ സംഹിതയുടെ, ഇന്ത്യൻ പീനൽ കോഡിൻ്റെ, CRPCയുടെ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും. നിങ്ങൾ കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വരും. അടച്ച പൈസ പിടിച്ച പൈസ നിങ്ങൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. കൈകാര്യം ചെയ്ത പണം, വാങ്ങിയ ശമ്പളം, ലിസ്റ്റുകളെല്ലാം ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോഴും ജോലി കിട്ടിയ ഒരു വിഭാഗം കരയും. എന്തിനാണ് എല്ലാവരെയും നിങ്ങൾ കരയിച്ചത്?